ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചൈനീസ് നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. ഇതൊരു ഷർട്ടാണ്. ഈ ഷർട്ടിനാണ് ആ ഒരു ചൈനീസ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പ്ലാക്കറ്റുള്ള ഭാഗം ഒഴിവാക്കി വെച്ചിട്ട് ഇങ്ങനെ സെൻറ്റർ മടക്കി എടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് വലിച്ചു പിടിച്ച് ക്ലിയർ ആയിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നടു മടക്കി എടുത്തിട്ട് 7.5 ഇഞ്ചിലാണ് ഇതിൻ്റെ ആ ഒരു അളവ് വരുന്നത്. അപ്പോൾ ടോട്ടൽ റൗണ്ട് വരുന്നത് 15 ഇഞ്ചിലാണ് ആ നെക്കിൻ്റെ റൗണ്ട് വരുന്നത്. നമ്മളിവിടെ ഒരു 16 ഇഞ്ച് ലെങ്ത്തുള്ള ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത് 4 ഇഞ്ചിലാണ്. ഇതേ രീതിയിലൊന്ന് പിൻ ചെയ്ത് വെക്കുക. ഇനി ജസ്റ്റ് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതേ രീതിയിലൊരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഈ ക്യാൻവാസിൻ്റെ വിഡ്ത്ത് വരുന്നത് 4 ഇഞ്ചാണ്. അതിൻ്റെ നമ്മൾ റൗണ്ട് 7.5 ഇഞ്ചിൽ ആണ്. ആ 7.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 16 ഇഞ്ച് ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് 15 ഇഞ്ച് മതി. അപ്പോൾ നമ്മൾ ആ ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ ലൈനിൻ്റെ ഈ ഭാഗത്ത് 1 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 16 ഇഞ്ച് ക്യാൻവാസിനെ 15 ഇഞ്ചായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ മാർക്കിലൂടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിലോട്ട് ഒരു കേർവ് ഷേപ്പിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഓരോ ഇഞ്ച് 1 ഇഞ്ച് 1 ഇഞ്ചായിട്ട് ഫുള്ളായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മാർക്ക് ചെയ്തതിലൂടെ ഇതേ രീതിയിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ കേർവ് ഷേപ്പിൽ ഈ കോർണറൊക്കെ കേർവ് ഷേപ്പിൽ തന്നെ ആക്കി കൊടുക്കുക. ഇനി മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മളിവിടെ മാർക്ക് ചെയ്തത് 7.5 ഇഞ്ചിൽ തന്നെ കറക്റ്റാണോ എന്ന് നോക്കി കൊടുക്കുക. 7.5 ഇഞ്ച് വരുന്ന ആ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ആ ഒരു കേർവ് ഷേപ്പിലാക്കി കൊടുക്കണം. അപ്പോൾ ഈ കോർണറിൽ ജസ്റ്റ് കേർവ് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുക. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ നെക്കിനുള്ള ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പീസ് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഇത്ര ഒരു വിഡ്ത്തും നീളമുള്ള ഒരു പീസ് എടുക്കുക. അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശത്ത് ഇതേ രീതിയിൽ തന്നെ ഒരു പീസ് കൂടി വെക്കണം. ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗം ഒരു 1/2 ഇഞ്ചോളം വിട്ടിട്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി ഈ കട്ട് ചെയ്ത പീസിന് ഇങ്ങനെ വെച്ചിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം.
ഇതിൻ്റെ അടിവശത്ത് ഇതേ രീതിയിലുള്ളൊരു പീസ് കൂടി വെച്ചിട്ട് ഈ ഉള്ളിലൂടായിട്ട് ഇങ്ങനെ ഈ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 പീസിനും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു അറ്റത്തു നിന്നായിട്ട് ഇവിടെ നമ്മൾ കേവ് ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തോട്ടായിട്ട് ഉള്ളിലൂടെ ഈ ക്യാൻവാസിനോട് ചേരാത്ത തരത്തിൽ അതിൻ്റെ അടുത്ത് കൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ കേവ് ഷേപ്പിൽ ആക്കിയിട്ട് ഈ ഒരു അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശം കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ എഡ്ജ് ആ സ്റ്റിച്ചിൽ തട്ടാത്ത തരത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ നല്ല വശത്തോട്ട് എടുക്കുകയാണ്. ഇങ്ങനെ കോർണർ ഭാഗമൊക്കെ വൃത്തിയിലാക്കി എടുക്കുക. ഇതേ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളിങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പോളിസ്റ്റർ മെറ്റീരിയൽ ആയത് കാരണം തന്നെ അയൺ ചെയ്തത് വൃത്തിയിൽ കിട്ടാത്തത് കാരണം നമ്മൾ ആ ഒരു മടക്കി ഉള്ളിലോട്ട് ക്യാൻവാസിനോട് ചേർത്ത് ഉള്ളിലോട്ട് മടക്കിയിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെ പിൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പീസിനോടായിട്ട് ഈ വശവും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്യാനുള്ളത് ഈ ക്യാൻവാസിൽ തട്ടാതെ ഇതിൻ്റെ ഈ എഡ്ജിലൂടെ ജസ്റ്റ് വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് ആ ഒരു ഷർട്ടിൻ്റെ പീസിനോട് നെക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അടയാളം കിട്ടാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇവിടെ ഇങ്ങനൊരു സ്റ്റിച്ചിങ് ചെയ്യുന്നത്. ഇത് ക്യാൻവാസിനോട് തട്ടാതെ അതിനോട് ചേർന്നിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയെങ്കിലും ക്യാൻവാസിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് പൊട്ടിച്ചെടുത്താൽ മതി. എങ്കിൽ നമുക്ക് ആ ഒരു അടയാളം കിട്ടും. നമുക്ക് ആ ഷർട്ടിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള അടയാളം കിട്ടും. ഇവിടെ അങ്ങനെ വലിച്ച് വെച്ച് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ചിൽ ഈ ഭാഗവും കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് ആ ഒരു ഷർട്ടിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡാണ്. ഇവിടെ നമ്മൾ ഷർട്ടിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനോട് കൂടി ഈ ക്യാൻവാസിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്ത സെൻറ്ററും ചേർത്ത് വെച്ച് കൊടുക്കുക.
ഷർട്ടിൻ്റെ ആ ഒരു ചീത്ത വശത്തോട്ട് ഈ ക്യാൻവാസിൻ്റെ ഈ ഒരു പീസിൻ്റെ സെൻറ്റർ വശം വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കഴുത്തിൻ്റെ ഭാഗം. ഇവിടെ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ ആ ലൈന് കാണാം, അതിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് അവിടെ കിട്ടും. ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു പ്ലാക്കറ്റിൻ്റെ ഈ ഒരു അറ്റുണ്ട് അവിടെ, ഇതിൻ്റെ ആ തുമ്പ് പുറത്തോട്ട് നിൽക്കുന്നുണ്ട്. അതിന് ഉള്ളിലോട്ട് കയറ്റി കൊടുത്തിട്ട് വേണം നമുക്കിവിടെ ആ ഒരു സ്റ്റിച്ചിങ് പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുകയാണ്. ഉള്ളിലോട്ട് ഇങ്ങനെ വൃത്തിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലോട്ടായിട്ട് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ വരെ ഇപ്പോൾ നമ്മുടെ ക്യാൻവാസിൻ്റെ പീസ് എത്തിയിട്ടുണ്ട്. ബാക്കി പ്ലാക്കറ്റിൻ്റെ വശം അവിടെ പരത്തി സ്റ്റിച്ചിങ് ആണ് വരുന്നത്. ഇതേ രീതിയിൽ വരും. ഇനി മറ്റേ സൈഡും അതേ സെൻറ്ററിലൂടെ മറ്റേ വശത്തോട്ടും ഇതേ രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു ക്യാൻവാസിന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ലൈനിലൂടെ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ തന്നെ പ്ലാക്കറ്റിൻ്റെ ഉൾവശത്തോട്ട് ആ ഒരു തുമ്പിന് കയറ്റി കൊടുത്തിട്ട് ആ പ്ലാക്കറ്റിനെ പരത്തി സ്റ്റിച്ചിങ് കൂടി ഇതിൻ്റെ കൂടെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ നെക്കിനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്യാനുള്ളത് ഈ ഒരു തുമ്പിനെല്ലാം ഉള്ളിലോട്ടാക്കി കൊടുത്തിട്ട് നമ്മുടെ ക്യാൻവാസിനെ പരത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു എഡ്ജിൽ നിന്ന് മേലോട്ടായിട്ട് ഇവിടെ പരത്തി സ്റ്റിച്ചിങ് ആദ്യം ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ തുമ്പുകളെല്ലാം ഉള്ളിലോട്ടാക്കിയിട്ട് ഇങ്ങനെ ഈ ഒരു വശത്തോട്ടാക്കി സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെയുള്ള തുമ്പിനെ ഉള്ളിലോട്ടാക്കിയിട്ട് ഈ ഭാഗവും പരത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ലൈന് കാണാം, അത് പുറത്തോട്ട് കാണാത്ത തരത്തിൽ തന്നെ വേണം ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട്.
നമ്മൾ ഫുള്ളായിട്ട് ആ ചൈനീസ് നെക്കിന് ഷർട്ടിനോട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതേ രീതിയിൽ പെർഫെക്റ്റായിട്ട് തന്നെ എല്ലാ വശവും പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ട്. ഒരു ഹിജാബ് പീസ് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അതായിട്ട് തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വിടാം, റിപ്ലൈ തരുന്നുണ്ട്.